ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ ബോട്ടിങ്ങിനെ കുറിച്ചിട്ടുള്ളതാണ്. ഈ ബോട്ടിംഗ് ആരംഭിക്കുന്നത് മണലൂർ എനാമൗ ബ്രിഡ്ജ്, ഒരു ഇരുമ്പ് ബ്രിഡ്ജിന്റെ തൊട്ട് താഴത്തു നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ഈ ബോട്ടിന്റെ റൂട്ട് എന്ന് പറയുന്നത് വെച്ചാല് എനാമൗ തൊട്ട് ചേറ്റുവ ബ്രിഡ്ജ് വരെയാണ്. പണ്ട് ഇത് കടൽ വരെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ ചേറ്റുവ ബ്രിഡ്ജ് പണിയുന്ന കാരണം കൊണ്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആ ചേറ്റുവ ബ്രിഡ്ജ് വരെ നമുക്ക് ഇതിനുള്ള പെർമിഷൻ ഉള്ളു. പിന്നെ ഈ ബോട്ടിങ്ങില് പാവർട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലത്തെ 1974 ബാച്ചാണ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നത്. ഗോൾഡൻ SSLC ബാച്ച് എന്നാണ് ഈ ഗ്രൂപ്പിനെ, ഈ ബാച്ചിന് അവർ പേര് നൽകിയിരിക്കുന്നത്. എന്റെ ഫാദറും ഈ ബാച്ചിലുണ്ട്. അങ്ങനെ ആ കെയർ ഓഫിലാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബോട്ടിംഗ് ആരംഭിക്കാൻ പോവാണ്. ഏകദേശം ഈ ബോട്ടിങ്ങിന് ചെലവ് വരുന്നത് 15,000 രൂപയാണ്. പിന്നെ ഭക്ഷണം ഒക്കെ സെപ്പറേറ്റ് ആണ്. അപ്പൊ ഞങ്ങളൊരു 45 ആളുടെ ബോട്ടാണ് ബുക്ക് ചെയ്തത്. അതിന് 15,000 രൂപയാണ് വരുന്നത്. 3 മണിക്കൂറാണ് ടൈമിങ് വരുന്നത്. 12 മണി തൊട്ട് 3 മണി വരെ, 3 മണി തൊട്ട് 6 മണി വരെ. അങ്ങനെ ഓരോ ഷിഫ്റ്റിലാണ് ഈ ബോട്ടിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബോട്ടിനകത്ത് നമുക്ക് ചെറുവക ബർത്ത്ഡേ പാർട്ടി, കല്യാണ നിശ്ചയം, മാമോദിസ അങ്ങനത്തെ ചെറുവക പാർട്ടികളൊക്കെ നടത്താനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം നമുക്ക് മുൻകൂട്ടി ഇവരോട് പറയുകയാണെന്ന് വെച്ചാൽ അവരതിനനുസരിച്ചുള്ള ഫുഡ് നമുക്ക് അറേഞ്ച് ചെയ്തു തരും. നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ വെജാണ് വെജ്, നോൺ വെജാണ് നോൺ വെജ്, എന്ത് തരം ഫുഡാണെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് സെറ്റാക്കി തരും. അതുപോലെ ചായ, സ്നാക്സ് ഇതൊക്കെ അവരെ സെറ്റാക്കി തരാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഇത് ഡബിൾ ഡെക്കറാണ്. ഒരു സീറ്റിംഗ് കുറച്ച് ആൾക്കാർക്ക് താഴ്ത്തിരിക്കാം, അതുപോലെ കുറച്ച് ആൾക്കാർ മേലെ ഇരിക്കാം. ഒരുമിച്ച് എല്ലാവരും മേലേക്ക് വരാനും ഒരുമിച്ച് ഒരു സൈഡിലേക്ക് പോകാനും പാടില്ല. കാരണം വെച്ചാല് ബോട്ടിന്റെ ഒരു ചലനം കൂടും. അപ്പൊ ഒരു സ്ഥലത്തേക്ക് മാത്രം നമ്മൾ പോകുമ്പോൾ അവസ്ഥയ്ക്ക് ചെറിയുള്ള ചാൻസ് കൂടുതലുണ്ട്. അതുപോലെ എല്ലാവരും ഒരുമിച്ച് മേലേക്ക് പോകാനും അവർ അനുവദിക്കില്ല. കുറച്ച് ആൾക്കാർ താഴ്ത്തിരിക്കണം. അതുപോലെ മേലെ എല്ലാവർക്കും സ്പ്ലിറ്റ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. അങ്ങനത്തെ നിർദ്ദേശങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ആ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് വേണം നമ്മൾ അവിടെ പോയിരിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ് ആരംഭിച്ചു. ഡ്രൈവർ വന്നിട്ട് വണ്ടി എടുത്തു. അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 1-2 ആൾക്കാർ ഞങ്ങളുടെ ബോട്ടിലുണ്ടായിരുന്നു ഓൾറെഡി. ഞങ്ങൾ ഏകദേശം ഒരു 12:15 കൂടിയിട്ടാണ് ട്രിപ്പ് ആരംഭിച്ചത്. കാരണം വെച്ചാൽ ഞങ്ങളുടെ 2-3 ആൾക്കാർ വരെ ഇച്ചിരി ലേറ്റായി. അപ്പോൾ 12:15 പോന്നാലും ഞങ്ങൾ കറക്റ്റ് 3 മണിക്കാണ് ഞങ്ങൾ തിരിച്ചെത്തിക്കും. കാരണം വെച്ചാൽ അടുത്ത ട്രിപ്പ് അവർക്ക് 3 മണിക്ക് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ താഴത്ത് ഇതുപോലെ ഇരുന്ന് മ്യൂസിക്കും അതുപോലെ മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിനനുസരിച്ച് നമുക്ക് പാട്ട് പാടാനും അങ്ങനെ എൻജോയ്മെന്റ് ചെയ്യാനൊക്കെ പറ്റും. താഴത്ത് ഒരു കിച്ചൺ ഉണ്ട്, അതുപോലെ ഒരു ബെഡ്റൂം ഉണ്ട്, പിന്നെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട്. ഇത് കിച്ചണാണ് വരുന്നത്. നമുക്ക് കാറ്ററിംഗ് ആണ് ഫുഡ് ഏൽപ്പിച്ചേക്കുന്നത്. കാറ്ററിംഗ് ഫുഡ് കൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് സെർവ് ചെയ്യുന്നു. പിന്നെ ചെറുവക കാര്യങ്ങളൊക്കെ ചൂടാക്കാനൊക്കെ ആയിട്ടാണ് ഒരു കിച്ചൺ അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്കൊരു പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ മേലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ മേലെ കയറിയിട്ടുണ്ട് ഓൾറെഡി. ഞാൻ നേരത്തെ പറഞ്ഞില്ല എല്ലാവരും സ്പ്ലിറ്റ് ആയിട്ട് വേണം ഇരിക്കാനായിട്ടെന്ന്. അപ്പോൾ അതുപോലെ സ്പ്ലിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഗ്യാപ്പ് ഇട്ടിട്ട് എന്നുവെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് എല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ ആ അവസ്ഥയ്ക്ക് വൺ ബോട്ട് ചെറിയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പല അപകടങ്ങളും നടന്നിട്ടുണ്ട്. ആ കാരണം കൊണ്ട് അവർ നല്ല നിർദ്ദേശമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കാൻ തുടങ്ങി. ഇത് ബോട്ടിൻ്റെ മേൽഭാഗമാണ്. പുറത്തേക്ക് വന്നിട്ട് ഫുള്ളൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഇരുമ്പ് പാലത്തിൻ്റെ അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഈ പോകുന്ന വഴികളിൽ കുറേ റിസോർട്ടുകൾ കാണാനുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഇത്രയധികം റിസോർട്ടുകൾ ഉണ്ടെന്ന് എനിക്ക് ബോട്ടിങ്ങിന് ശേഷമാണ് മനസ്സിലായത്. നമ്മുടെ വിചാരത്തിൽ മൂന്നാർ, ഇടുക്കി, അതുപോലെ വയനാട് അങ്ങനെ സ്ഥലങ്ങളിൽ മാത്രമേ ഈ റിസോർട്ടുകൾ ഉള്ളൂ എന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് തന്നെ റിസോർട്ടുകളുണ്ട്. ഇതും ഒരു കാണുന്ന റിസോർട്ടാണ്.
ഈ ചീനവലയൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ എറണാകുളം കൊച്ചി സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. നമ്മുടെ എനാമാവിലും ഈ ചീനവലയോട് കൂടിയിട്ടുള്ള റിസോർട്ടുണ്ട്. ഇതിപ്പോൾ കാണുന്നത് ബ്ലൂ സെറീനാണ്. ഈ ചീനവലയോട് കൂടിയിട്ടുള്ള റിസോർട്ട് ശരിക്കും എനാമാവ് പള്ളിയുടെ ഓപ്പോസിറ്റുള്ള വഴി കൂടെ പോകുമ്പോൾ കാണാൻ പറ്റാവുന്ന ഒരു റിസോർട്ടാണ്. പുഴയിൽ നിന്ന് കാണാൻ പറ്റാവുന്ന റിസോർട്ടാണിത്. ഇത് ജോയ ലുക്കാസിൻ്റെ റിസോർട്ടാണെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. ഈ റിസോർട്ടിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഹെലിപ്പാഡ് ഉണ്ടെന്നുള്ളതാണ്. നമ്മളിത് കാണുന്നതാണ് ബ്ലൂ സെറി ഹോട്ടൽ കേട്ടോ. ഇത് ഭയങ്കരമായിട്ടും ഒരു സ്വിമ്മിങ് പൂളുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ കാണാൻ പോകുന്നതാണ് ഹെലിപ്പാഡ്. ഞാൻ താഴത്തൂടെ കാണുമ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ മേലെ പോയിട്ട് ഒന്നുകൂടി വീഡിയോ എടുത്തിട്ടായിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഹെലിപ്പാഡും കാര്യങ്ങളും ഈ കാണുന്നതാണ് ഹെലിപ്പാഡ്. നമുക്ക് ഡയറക്റ്റ് വന്നിട്ട് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര എക്സ്പെൻസീവാന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. റിസോർട്ടുകൾ മാത്രമല്ല, വീടുകളുണ്ട്. കക്ക വാരുന്ന ആൾക്കാരൊക്കെ താമസിക്കുന്ന വീടുകളും കാര്യങ്ങളൊക്കെ ഇതിനടുത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ ബോട്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു തുടങ്ങി, വർത്തമാനം പറഞ്ഞു തുടങ്ങി. അതുപോലെ ഓരോ പാട്ട്, ഡാൻസ്, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തും. എന്നുവെച്ചാൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഇവരെല്ലാവരും കണ്ടുമുട്ടുന്നത്, അതും ഫാമിലിയും ആയിട്ട്. ആ കാരണം അങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം എന്താണെന്നും അവരെവിടെയൊക്കെയാണെന്നുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞാൻ നോക്കുമ്പോഴാണ് ഒരു അമ്പലം കാണുന്നത്. ഒരു അമ്പലവും ഒരു കുടിമരന്നൊക്കെ ഈ ബോട്ടിങ്ങിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഒരു വൈബുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടതൊക്കെ. ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ നമുക്ക് അപ്പുറത്തുള്ള ബ്രിഡ്ജും അതുപോലെ ഇത് കാണാൻ പറ്റും. ഇത് പുളിക്കക്കടവ് ബ്രിഡ്ജാന്ന് തോന്നുന്നത്. അങ്ങനെ പല അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മളിങ്ങനെ സത്യം പറയാച്ചാൽ എനിക്കിപ്പോൾ വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അതിനൊരു സമയം പറഞ്ഞിട്ടുണ്ട്. ഒരു 1:30 സമയത്താണ് അവർ ഭക്ഷണം പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്. വെച്ചാൽ ഞങ്ങൾ 12:15 അങ്ങോട്ട് കയറിയിട്ടല്ലോ, അപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എല്ലാ പുറത്തത്തെ വീഡിയോസും എൻ്റെ ഫാമിലി വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വിശപ്പൊന്ന് മാറ്റി എൻ്റെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, പിന്നെ ഒരു പെൺകുട്ടി കൂടി ഉണ്ട്. അവൾ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. എൻ്റെ പെൺകുട്ടി പുറത്തത്തെ കാഴ്ചകൾ കൊണ്ടുകൊണ്ടിരിക്കുക. അവൾ അവിടെ പുഴയും വെള്ളമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് പുളിക്കക്കടവ് പാലം, അതായത് പാടൂരിന്ന് പോകുന്ന പാലം. നമ്മളെല്ലാവരും പാലത്തിൽ നിന്ന് പുഴ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇപ്പം ഈ ബോട്ടിങ്ങിൽ പോകുമ്പോഴാണ് നമുക്ക് പുഴയിൽ നിന്ന് പാലം കാണാൻ പറ്റുക. അപ്പം എൻ്റെ ചെക്കൻ്റെ ഒരു ചെറിയൊരു ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം അവൻ അത് തിമിർത്ത് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ച് പോയപ്പോഴാണ് അങ്ങനത്തെ ഒരു സംഭവം കണ്ടത്. അതായത് പുഴയുടെ അകത്തുനിന്നും പൂഴിമണ്ണ് പൈപ്പ് വഴി കരയിലേക്ക് അടിച്ചു കയറ്റുക. ആ പൂഴിമണ്ണ് ഉപയോഗിച്ചിട്ടാണ് അപ്പുറത്ത് ചേറ്റുവേല ഹൈവേ 4 വരിപ്പാത പോകുന്നുണ്ടല്ലോ, അവിടേക്കുള്ള മണ്ണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അതുപോലെ ഈ ബോട്ടിങ്ങിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ടൽക്കാട്. നമ്മുടെ ഈ ചാവക്കാട് ഗുരുവായൂർ ഏരിയയിലാണ് ഈ കണ്ടൽക്കാട് ഉള്ളത്. ആ കണ്ടൽക്കാട് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു റിസോർട്ടുണ്ട്. ഇത് ഫേമസ് റിസോർട്ടാണുള്ളത്. ഈ റിസോർട്ടിൻ്റെ പേര് രാജ റിസോർട്ട് എന്നാണ്. ഈ കണ്ടൽക്കാടിനകത്തൊക്കെ നിരവധി പക്ഷികൾ താമസിക്കുന്ന സ്ഥലങ്ങളും കൂടിയാണ് കേട്ടോ. ഈ രാജ റിസോർട്ടും നമുക്ക് ഈ റൂട്ടിൽ നിന്ന് തന്നെ, അതായത് ചേറ്റുവ പാലത്തിൽ നിന്ന് മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പം ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കൂടെ ഈ റിസോർട്ടിൻ്റെ അടുത്ത് കൂടെ പോകുന്നത്. ഇവിടെ കൂടുതലും വിദേശികളാണ് ഈ റിസോർട്ടിലേക്ക് വരാറ്. നമ്മളെ പോലത്തെ ആൾക്കാരൊന്നും ഇവിടേക്ക് അധികം വരാറില്ല. അതിനുള്ള ഒരു സജ്ജീകരണം നമുക്കില്ലാത്ത കാരണം കൊണ്ടാകാം.
ഈ രാജ റിസോർട്ടിലേക്ക് നമുക്ക് എൻട്രി ഉണ്ടോ എന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. കാരണം നമുക്ക് അതിനകത്തൊക്കെ ഒന്ന് പോയി വീഡിയോസും ഒരു ദിവസം താമസിക്കാനൊക്കെ വളരെ ആഗ്രഹമുണ്ട്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് അറിയാം, പക്ഷെ നമുക്ക് പെർമിഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വിദേശികളാണ് കൂടുതലും ഇവിടെ വരാറുള്ളത്. ഈ റിസോർട്ടിൻ്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. മറ്റേ ഭാഗം അപ്പുറത്ത് നമുക്ക് ഈ ബോട്ട് പോകുന്നില്ല. കാരണം അപ്പുറത്തെ ഭാഗം നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു ബിൽഡിംഗ് ആണ് നമുക്ക് ഈ ചേറ്റുവ പാലത്തിൻ്റെ മേലെ കൂടെ പോകുമ്പോൾ കാണാൻ പറ്റാവുന്ന ഒരു സ്ഥലം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിദേശികളാണ് ഈ റിസോർട്ടിൽ കൂടുതലും വന്ന് നിൽക്കുന്നത്. കാരണം ഒരു വിദേശി അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കൈ കാണിച്ചപ്പോൾ പുള്ളിക്കാരി എൻ്റെ കൈ കാണിച്ചു. അപ്പോൾ അവർ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിനോ അങ്ങനെ എന്തെങ്കിലും വരുന്നതായിരിക്കാം. നമുക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഇൻഫർമേഷൻ അറിയില്ല. ഇവിടെ ട്രഞ്ചിങ്ങും കാര്യങ്ങളും നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചേറ്റുവ പാലത്തിൻ്റെ 4 വരിയാക്കുന്നതിന് ഭാഗമായിട്ട് ഒരു തൊട്ടടുത്ത് കൂടി ഒരു വലിയൊരു പാലം പണിയുന്നുണ്ട്. അതിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തുകൂടെ പോയി കഴിഞ്ഞാലാണ് നമ്മൾ കടലിലേക്ക് എത്തുക. നമുക്ക് ഈ പാലം പണിയുള്ള കാരണം കൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനുള്ള പെർമിഷൻ ഇല്ല. ഇതുകൂടെ ഈ പാലത്തിൻ്റെ സൈഡ് കൂടിയും കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ രാജ റിസോർട്ടിൻ്റെ മറുഭാഗം നമുക്ക് കാണാൻ പറ്റും അതോടെ പോയി കഴിഞ്ഞാൽ. ഇവിടെ നിന്നും പൂഴിമണ്ണ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇത് വേറെ ബോട്ടുകളൊക്കെ ആ വശത്തു കൂടെ വരുന്നുണ്ട് കേട്ടോ. അത് ചെറുവക ബോട്ട് കെട്ടുവഞ്ചികളാണ്. അങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ സമയമായി. അതിമനോഹരമായിട്ടുള്ള സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളാണ് നമുക്ക് അവർ ഒരുക്കിയിരിക്കുന്നത്. ചിക്കൻ, അതുപോലെ ചോറ്, സാമ്പാർ, മീൻ കറി, ഇതൊക്കെ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. അത് ടേസ്റ്റുള്ള സാധനങ്ങൾ തന്നെയായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരു പാത്രത്തിൽ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും എടുത്തിട്ട് ജനാലയുടെ അടുത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും ഞങ്ങൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഈക്വാലിറ്റി പാലിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചത് കേട്ടോ. വെച്ചാൽ ഒരുമിച്ച് എല്ലാവരും കൂടി വന്നിട്ട് ഭക്ഷണം കഴിച്ചില്ല. ഒരു 5 പേര് വന്ന് ഭക്ഷണം എടുക്കും. അതുപോലെ അവർ വന്നിരുന്നതിന് ശേഷം ബാക്കിയുള്ള 5 പേര് വന്ന് ഭക്ഷണം എടുക്കും. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സൈഡ് എപ്പോഴും കാലിയാക്കിടാൻ പാടില്ല. എപ്പോഴും 2 സൈഡിലും ആൾക്കാരുണ്ടാവണം. അപ്പം അതേപോലെ പതുക്കെ ഭക്ഷണം വന്നെടുത്തു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു ഭക്ഷണം തന്നെയായിരുന്നു കേട്ടോ അവരുടെ കാറ്ററിംഗ് ഫുഡ്. അങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പുളിക്കക്കടവ് പാലത്തിൻ്റെ മേലെ കൂടെ നടക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണിത്. ഇതൊരു ചെറിയൊരു ചായക്കടയാണ്. ഇപ്പോൾ അതൊന്നും വർക്കിംഗ് അല്ല. ഈ ചായക്കട കഴിഞ്ഞ ഉടനെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വലിയൊരു റിസോർട്ടും കൂടി ഞാൻ കണ്ടത്. ഈ റിസോർട്ട് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് കാണുന്നത്. ഒരു 5, 6, 10 ഫാമിലീസിന് താമസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു വലിയൊരു റിസോർട്ട്. ഇതിലേക്കുള്ള എൻട്രി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിമനോഹരമായിട്ടുള്ള റിസോർട്ടാണ്. ആകെ പച്ച പുൽമേടുകളൊക്കെ പണിതിട്ട് ഒരു പനമരങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളി ഒരു റിസോർട്ട് തന്നെയായിട്ടത്. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് കിടക്കാൻ തോന്നി. അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഒന്ന് ഇറങ്ങി. താഴത്ത് ഒരു റൂമുണ്ട്. ഈ കെട്ടുവഞ്ചിയിൽ ആകെ ഒരു റൂമുള്ളൂ. അപ്പം ഞാനും വൈഫും ഒന്ന് താഴത്തേക്ക് ഇറങ്ങി പിള്ളേരെയൊക്കെ ആയിട്ട് ഒന്ന് കിടക്കാനായിട്ട്, ജസ്റ്റ് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ താഴത്തൊരു വേറൊരു വൈബുള്ള സ്ഥലം തന്നെയാണ്. വെച്ചാൽ നമുക്ക് ആ കർട്ടൻ തുറന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ തൊട്ടടുത്ത് വെള്ളത്തിനോട് തൊട്ട് താഴത്തുകൂടെ കിടന്ന് യാത്ര ചെയ്യണ പോലത്തെ ഒരു സംഭവം തന്നെയാണ് അതിട്ടത്. പിന്നെ ഈ റൂമിൽ ഒരു AC ഉണ്ട്. AC ഓൺ ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ AC വേറെ സെപ്പറേറ്റ് പൈസ ഉണ്ട്. AC ഓൺ ചെയ്യാത്ത കാരണം ഇച്ചിരി ചൂടുള്ള റൂമാണിത്. കാരണം വെച്ചാൽ ചില്ല് ഓപ്പൺ ആണല്ലോ. കാരണം ഇച്ചിരി റൂമിൽ ഇച്ചിരി ചൂടുണ്ട്. AC ഉണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അധികം നേരം ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളകത്ത് കിടക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് ഈ ഡ്രൈവറുടെ സ്ഥലത്തേക്ക് ഏറ്റവും ആദ്യം നമ്മൾ കാണിച്ച ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ ഇവിടെ അധികം നേരം ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഡ്രൈവറുടെ സീറ്റിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവിടെ ആകെ 4-5 ആൾക്കാരുള്ളൂ. അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് വ്യൂസ് ഞാൻ വീഡിയോ പകർത്തി.
ഇപ്പം ഏകദേശം 2:45 കഴിഞ്ഞു. ഞങ്ങളുടെ ടൈം 3 മണി വരെയാണ്. അപ്പോൾ അവസാന ഘട്ടത്തിലേക്കായി ഞങ്ങളുടെ ബോട്ടിങ്. അപ്പോൾ ഇവരുടെ തന്നെ ഒരു ബോട്ട് അവിടെ നിന്ന് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട്. അത് ആ ബോട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബോട്ടിൻ്റെ സ്ഥലത്താണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇതൊക്കെ ചെറുവക റിസോർട്ടുകളാണ് കേട്ടോ. നമുക്ക് ഒരു ദിവസത്തിനൊക്കെ താമസിക്കാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ ഇരുമ്പ് പാലം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഇരുമ്പ് പാലം. അപ്പോൾ റൂമിനകത്തുനിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ എടുത്താണ് കേട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇറങ്ങുക. കാരണം വെച്ചാൽ ഞങ്ങളാണ് ഇപ്പോൾ താഴത്തുള്ളത്, ബാക്കിയുള്ളവരൊക്കെ മേലെയാണ്. അപ്പോൾ ഒരു നല്ലൊരു അനുഭവമായിരുന്നു ഈ ബോട്ടിങ്. ഇടയ്ക്ക് ഒരു ബോട്ടിംഗ് ഒക്കെ വന്നിട്ട് ഫാമിലിയായിട്ട് ചില്ല് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ എത്തി. ഇവിടെ നങ്കൂരിടാനായിട്ട് പോകുന്നു. ഒരു നല്ലൊരു അനുഭവമായിരുന്നു ഈ ബോട്ടിങ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫാമിലീസും ഇടയ്ക്ക് ഒരു ബോട്ടിങ്ങിനൊക്കെ നടക്കുന്നത് നന്നായിരിക്കും. ഈ ബോട്ടിങ്ങിന് ശേഷം ഞങ്ങൾക്ക് ചായയും സ്നാക്സും അവർ ഒരുക്കിയിട്ടുണ്ട്. അവിടേക്കാണ് ഞങ്ങൾ അടുത്ത് പോകുന്നത്. ഇവിടെ നമ്മുടെ കാറുകളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഒരു വിശാലമായിട്ടുള്ളൊരു ഏരിയ തന്നെയുണ്ട്. ഈ നിൽക്കുന്ന സ്ത്രീകളൊക്കെ വേറെ അടുത്ത ബോട്ടിങ്ങിന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലീസ് മെമ്പേഴ്സും ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരും ഇറങ്ങിക്കൊണ്ടിരിക്കണുള്ളൂ. അങ്ങനെ 3 മണിക്കൂറിലത്തെ സഞ്ചാരത്തിന് ശേഷം ഞങ്ങൾ ചായ സ്നാക്സും കഴിക്കാനായിട്ടുള്ള ഇവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഹാളിലേക്ക് പ്രവേശിച്ചു. ഈ മൗ ബോട്ടിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.